ഹലോ ഗയ്സ്, രാവിലെ തന്നെ ഇവന്മാരെല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് കുത്തി എണിപ്പിച്ചോണ്ട് എങ്ങോട്ടാണ് പോണെന്നല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. സംഭവം ഇന്ന് വെറൈറ്റി ഒരു കല്യാണം ഉണ്ട്, അതിന്റെ ഒരുക്കത്തിലാണ് ഇവിടെ എല്ലാവരും. ഇതിപ്പോ ഇവനെ കണ്ട ഇവനാണ് കല്യാണ ചെക്കനെന്ന് വിചാരിക്കോളൂ. എന്താ അല്ലേ, അങ്ങനെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ മെയിൻ പരിപാടി ആഹാരം കഴിപ്പ് അങ്ങോട്ട് തുടങ്ങി. വേറോട്ടയും കടലക്കറിയും വെച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ച്. എന്താ അല്ലേ, എല്ലാരും കറിയും കൂട്ടി തിങ്ങുമ്പോ ഇവിടെ ഒരുത്തം മാത്രം പഞ്ചാരയിൽ മുക്കി തിങ്ങുന്നു. എന്താല്ലേ ഓന്റെ വൈബ്. അപ്പോഴേക്കും നമ്മുടെ കല്യാണ പെണ്ണ് വന്ന്, അതായത് എന്റെ ഉമ്മ. ഇറങ്ങാനുള്ള സമയം ആയപ്പോഴത്തേക്കും മഴയും പെയ്തു. എന്താല്ലേ, അങ്ങനെ മഴയത്ത് കുടയും പിടിച്ച് ഉമ്മ കാറി കയറി. കൂടെ നമ്മളും കയറി അങ്ങോട്ട് യാത്ര അങ്ങോട്ട് ആരംഭിച്ചു. നിങ്ങളെല്ലാരും വിചാരിച്ചു വെച്ചാൽ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണമെന്നല്ലേ. എന്നാ അങ്ങനെയല്ല, നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തി. ഇവിടെ വെച്ചാണ് കല്യാണം, അതായത് ഹോസ്പിറ്റലിൽ വെച്ച്. അതെന്താ അങ്ങനെയെന്നല്ലേ നിങ്ങൾ എല്ലാവരും ആലോചിച്ചോണ്ടിരിക്കണേ. സംഭവം വേറെ ഒന്നുമില്ല, കല്യാണത്തിന് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കല്യാണ കാലം തൊടിയണത്. എന്തായാലും ഫിക്സ് ചെയ്തല്ലേ, ആ ഡേറ്റ് മാറണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളെല്ലാരും ഇവിടെ എത്തി. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, അതായത് നിക്കാഹ്. അങ്ങനെ പരിപാടി എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ചങ്ങായിമാരെല്ലാരും എത്തി. എന്തായാലും അതിനു മുന്നേ നമ്മളെ കല്യാണച്ചക്കനെ കാണിച്ചില്ല. ഈ ബ്ലൂ ഷർട്ട് ഇട്ടിട്ടില്ലേ, അതാണ് നമ്മുടെ കല്യാണച്ചക്കൻ. അങ്ങനെ നിക്കാഹിന്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ നിക്കാഹ് ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളവും കുടിച്ച് പിന്നെ 2 മുട്ടായും തിന്നു. പിന്നെ ഇതാണ് എന്റെ താത്ത. പിന്നെ ഞായിട്ട് അതേപോലത്തെ 2 ഉടുപ്പിട്ട പയ്യന്മാരാണ് എന്റെ അനിയന്മാര്. പിന്നെ എന്റെ പയ്യന്റെ നാണം കണ്ട വിചാരിക്കാൻ ചെറുക്കന്റെ കല്യാണമാണ് നടക്കുന്നതെന്ന്. അതിന്റെ ഇടയിൽ ഓരോ ചെറുക്കന്മാരുടെ ഫാഷന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാരും നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് എത്തി. അങ്ങനെ എല്ലാവരും കഴിക്കലും തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓരോ ബിരിയാണി ഐസ്ക്രീം തിന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പൊ ഫോളോ തിരിച്ചാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം.